ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കടുത്ത യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയിപ്പ് വന്നു. പട്ടാളക്കാരെല്ലാവരും പടച്ചട്ടകൾ ധരിച്ച് ആയുധമെല്ലാം കയ്യിലെടുത്ത് യുദ്ധത്തിന് തയ്യാറായി. കാഹളം മുഴങ്ങിയതോടെ എല്ലാവരും യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചു. തീ പാറുന്ന തരത്തിലുള്ള യുദ്ധം. തങ്ങളുടെ ദേശം നഷ്ടമാകാതിരിക്കുവാനുള്ള കഠിന പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോഴാണ് സൈന്യാധിപൻ ശ്രദ്ധിച്ചത്, ഒരു സൈനികൻ ആക്രമണത്തിൽ പങ്കെടുക്കാൻ ഭയപ്പെട്ട് പതിയെ പിൻവലിയുകയാണ്. യുദ്ധത്തിന്റെ തീവ്രത കണ്ട് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങിയ അയാളെ സൈന്യാധിപൻ പിടികൂടി. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അയാൾ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, നെപ്പോളിയൻ. സൈന്യാധിപൻ അയാളോട് പറഞ്ഞു, ഇനി നിനക്ക് മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നീ നിന്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ ധൈര്യം കാണിക്കുക. ഈ പേര് ഭീരുക്കൾക്കുള്ളതല്ല, ധീരന്മാർക്കുള്ളതാണ്. ആ വാക്കുകൾ അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചു. സൈന്യാധിപന്റെ ഉപദേശം സ്വീകരിച്ച് അയാൾ ധൈര്യസമേതം വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോയി. മനുഷ്യജീവിതത്തിൽ പേര് എന്നത് തിരിച്ചറിയാനുള്ള ഒരു നാമം മാത്രമല്ല, മറിച്ച് വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണത്. കുഞ്ഞുങ്ങൾക്ക് പേര് നൽകുവാൻ ഏറെ അന്വേഷണങ്ങൾ നടത്തുന്നവരാണ് നാം. ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ പേരുകൾ നൽകാൻ ഇന്ന് പല മാതാപിതാക്കളും ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ മാമോദീസായിലൂടെ വിശുദ്ധരുടെ പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വളർന്നു വലുതാകുമ്പോൾ ഈ പേരുകൾക്ക് അനുയോജ്യരായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് പലർക്കും സ്വന്തം പേരിന്റെ അർത്ഥം പോലും അറിയില്ല എന്നത് ഖേദകരമാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് പിതാവായ സക്കറിയ പുരോഹിതന്റെ ദീർഘദർശനം എത്ര ശ്രേഷ്ഠമാണ്. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. വിശുദ്ധ ലൂക്കോസ് 1:76. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഇതുപോലെ നല്ല ദൈവമക്കളായി തീരുമെന്ന പ്രതീക്ഷയിലാണ് അർത്ഥവത്തായ വിശുദ്ധരുടെ നാമധേയങ്ങളൊക്കെ നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ നാമത്തിൽ ജീവിക്കുന്നവർക്ക് ആ വിശുദ്ധരെ മാതൃക ആക്കുക എന്ന കടമയുമുണ്ട്. പക്ഷേ പേരിനൊത്തവിധം ജീവിക്കാൻ സാധിക്കാതെ പോകുന്നെങ്കിൽ പേര് മാറ്റുക എന്നതല്ലേ നല്ലത്? ആ വിശുദ്ധമായ നാമത്തിനെങ്കിലും കളങ്കമുണ്ടാകാതിരിക്കുമല്ലോ. അതല്ലെങ്കിൽ പേരിന് അനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുക. വിശുദ്ധ മാമോദീസായിലൂടെ ഒരു പേര് നൽകി നമ്മെ വിളിച്ചത് ഒരു വിളിപ്പേരായിട്ടല്ല, മറിച്ച് അതൊരു ദൈവവിളിയും മാർഗദർശനവുമാണ് എന്നത് മറക്കാതിരിക്കട്ടെ. പേര് പോലെ അർത്ഥവത്തായ ജീവിതം നയിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.